ടേണ്ടടേ 2 ദിവസമായിട്ട് എറണാകുളത്ത് മൊത്തം കറങ്ങി. ഇന്നലെ ഒരു സ്ഥലത്ത് പോയി നമ്മളുടെ പഴയകാല മിഠായികൾ മേടിച്ചു. ഇന്നൊരു ഉത്സവപ്പറമ്പ് പോയി കുറച്ച് ടോയ്സ് ഇതേമാതിരി മിഠായികളൊക്കെ മേടിച്ചു. അപ്പം നൊസ്റ്റ് അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. ഫസ്റ്റ് സംഭവം ഇതാണ്. ഈ സാധനം കണ്ടുണ്ടോ? ഞാനൊക്കെ യു പിയിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇങ്ങനത്തെ, യു പി മീൻസ് യു പി അല്ല, യു പി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനത്തെ മേടിച്ച് തന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ കേട്ടത് ഇങ്ങനെ. ഇതിനെന്താണ് എലന്തപ്പഴം, എലന്തക്ക അച്ചാറ്, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞതെന്ന്. ഓരോരുത്തരും ഓരോരോ പേര് പറയണം. എന്തേന്ന് പറഞ്ഞു? പുളിമിഠായി ഉണ്ടോ? പിന്നെ ഇതിലൊരു കുരു ഉണ്ടാവും. ഈ കുരുവൊക്കെ പൊടിച്ച് തിന്നും. ഭയങ്കര നഷ്ടം. ഇനി സാധനം ഉണ്ട്. ഇത് പക്ഷേ എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല കേട്ടോ. ഒരു സുഖമില്ല ഇത്. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ കിട്ടിയിരുന്നത് ഒരു ഗ്യാസ് മിഠായിയാണ്. ഇതൊരു ഗ്യാസ് മിഠായിയാവും. ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ച് വയസ്സായില്ലേ? കണ്ടു വേണ്ട. ആർക്കെങ്കിലും നൊസ്റ്റ് അടിച്ചോ? അടുത്ത സംഭവം ഇതാ. ഇത് ഇന്ന് മേടിച്ചതാട്ടോ. ഇന്നിവിടെ ഉത്സവത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞല്ലേ. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ഇന്നലെ ഇവിടെ വേറൊരു സ്ഥലത്തുനിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേറെ സാധനങ്ങളുണ്ടല്ലോ, ഒരു വെള്ള കളറും പിങ്ക് കളറൊക്കെ ആയിട്ടിരുന്ന്. അപ്പോഴാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയപ്പോൾ ഈ സാധനങ്ങൾ കണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കടലയാണ്, കണ്ടോ? പണ്ടത്തെ മധുരമല്ല, മധുരം അധികം തിന്നാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പം കണ്ടപ്പോൾ ഒരു മോഹം കൊണ്ട് മേടിച്ചതാണ്. പിന്നെ കുറച്ചായിട്ട് കിട്ടില്ല. ഇതങ്ങനെ ഫുൾ പാക്കറ്റായിട്ടാണ് കിട്ടുക. നമുക്ക് ആ ചെറിയ പാക്കറ്റ് മതി, പക്ഷെ അതൊന്നും കിട്ടില്ല. പിന്നെ വേറൊരു സാധനം എന്താ, ഇത് കുറേ ആനിമൽസും പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. ഇത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ മിഠായിയാണ്. നമ്മളൊക്കെ ചെറുതാകുമ്പോൾ, ഞാൻ ചെറുതാകുമ്പോഴൊക്കെ അത് 5 പൈസ 10 പൈസ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇട്ടായിരുന്നു. ഇത് കുതിര. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ പൊട്ടിപ്പോയിരിക്കണം കേട്ടോ. ഇത് കാള, കണ്ടോ? മധുരത്തിൻ്റെ അങ്ങേ തലക്കില. നൊസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഷുഗർ വരാണ്ടെങ്കിൽ കൂടെ നോക്കണ്ടേ. പിന്നെ വേറൊരു സംഭവം പിടിച്ചതാ, ടോയ്സ്. അത് കേടും വന്ന്. ചേടാ, പക്ഷെ ഇതാണ് സംഭവം. ഇതിൻ്റെ കൂടെ വന്ന ഒരുത്തി കുറേ നേരം ഇതിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കളി. അതുകൊണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും വേണ്ടില്ല. അടുത്ത സംഭവം ഈയിടെയായിട്ടാണിത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു റീല് കാണുന്നത്. അങ്ങനെ മേടിച്ചാണ്. എന്തോ വാതിലിപ്പം കിട്ടുന്നുണ്ട്. എന്താ പിന്നെ നമ്മളുടെ ആസ്ഥാന അതങ്ങനെ പറന്നു പോയി കാണില്ല. കൊളായിപ്പോയി, കേട്ടില്ല. അതിൽ പറ്റിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും എനിക്ക് അത് പരിചയമില്ലാണെന്നൊന്നും അറിയില്ല. അതാ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, കണ്ടോ? പിന്നെ അതേമാതിരി അവിടെ പോയി
കട്ടൻ ചായ, പഴംപൊരി, ബജ്ജി കണ്ടോ. ഇതൊക്കെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇവിടെ 2 ദിവസമായിട്ട് നൊസ്റ്റു അടിച്ചിട്ട് മേടിച്ച് കൂട്ടിയ സാധനങ്ങളാണ്. മധുരിച്ചിട്ട് കഴിക്കാനും വയ്യ. പക്ഷേ നല്ല ഒരു എന്താ പറയുക, ഐ എം ഹാപ്പി. അതന്നെ.